ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രസകരമായ ഒരു വിഷയമാണ്. സ്വർഗത്തിലും കട്ടുറുമ്പോ. ഞാൻ ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സ്വർഗത്തിൽ പോലും കട്ടുറുമ്പിന് കയറിപ്പറ്റാൻ പറ്റും എന്നുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു ധ്യാനത്തിനിടയ്ക്ക്, അതാണ് ഞാൻ സ്വർഗം എന്ന് പറഞ്ഞത്. ധ്യാനം സ്വർഗം ദർശിക്കാനുള്ളതും ദൈവാനുഭവം ഉണ്ടാകാനുമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വരിക. ഒരു യുവതി അവൾ സൂചിപ്പിച്ച ഒരു കാര്യം, ചാരോ എൻ്റെ പുറകിലിരുന്നവർ എൻ്റെ കാലിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട്, തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു അറിയാതെയാണ്, ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അറിഞ്ഞുകൊണ്ട് ഇൻറ്റൻഷണലായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പോരാഞ്ഞിട്ട് അവളുടെ ബൈബിളിനകത്ത് ഒരു പേപ്പറുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അതിനകത്തൊരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഐ ലവ് യു, ഇനി എന്നെ വിളിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് അവളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. ഇനി ആദ്യം അവനെ ഇങ്ങനെ ഇടയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചപ്പം അവനെ വിസമ്മതിച്ചപ്പോൾ അവൾ കൂടുതൽ ദേഷ്യമുള്ളവളായി മാറി. അവൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്തല്ലായിരുന്നെങ്കിൽ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചേനെ. സത്യാവസ്ഥ പറഞ്ഞു, അതായിരിക്കും നിനക്ക് നല്ലത്. അവസാനം അവനെ സമ്മതിച്ചു, അവൻ ചെയ്തതാണ്. ഇനി അതിന് സോറി പറഞ്ഞ് അങ്ങനെ അവളത് വിട്ടു. ഞാൻ ചിന്തിച്ചത്, ധ്യാനം കൂടാൻ വന്നതാണ്, എന്നിട്ട് അതിനിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ പറഞ്ഞേ, സ്വർഗത്തിലും കട്ടുറുമ്പുണ്ടാകാം. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ അതിൽ മുഴുകേണ്ട സമയത്ത് അതെല്ലാം വിട്ടിട്ട് വേണമെങ്കിൽ വെറും ലൗകികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ ഒരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നും വേണമെങ്കിൽ ഉണ്ടാകാം. ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. ഒബാദ്യ 1:15 വായിച്ചാൽ ശക്തമായൊരു സന്ദേശമാണ്. നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. ഈ ചെറുപ്പക്കാരൻ, ഞാൻ മനസ്സിലാക്കിയതാണ്, അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോയി, അവസാനം അവൻ ലജ്ജ കൊണ്ട് മൂടപ്പെട്ടു. നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. നീ പാപപ്രവൃത്തി ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുണ്യപ്രവൃത്തി ചെയ്താൽ അതിനുള്ള നേട്ടം, അനുഗ്രഹം നിനക്കുണ്ടാകും, നിന്റെ വരും തലമുറയ്ക്കുണ്ടാകും. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11 അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. മൃഗങ്ങളെ ആരാധിച്ച വ്യക്തികളെ, ആരാധന ദൈവത്തിന് കൊടുക്കേണ്ടതാണ്, മനുഷ്യർക്ക് പോലും കൊടുക്കരുത്. ഇന്ന് അതെല്ലാം വിട്ടിട്ട് മൃഗങ്ങളെ ആരാധിക്കും. അങ്ങനെ മൃഗങ്ങളെ ആരാധിച്ച വ്യക്തികൾക്ക് കിട്ടിയത് മൃഗങ്ങളിലൂടെ തന്നെയുള്ള ശിക്ഷ. അതാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുക. നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹെറോദിയായുടെ മകള് സലോമി, അവൾക്ക് സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാമല്ലോ. അവള് നൃത്തം ചെയ്യുന്നവളായിരുന്നു. ഇനി ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ നൃത്തം ചെയ്ത് അവരെല്ലാം ലഹരി പിടിപ്പിച്ചു. ഇനി അവസാനം ഒക്കെ എന്തു വേണേലും ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രേരണയ്ക്ക് വഴങ്ങി അവൾ പറഞ്ഞു, സ്നാപകന്റെ തല വെട്ടിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് എനിക്ക് തരണം. അവൾക്ക് കിട്ടി. ഇനി അത് അവള് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ എന്നാ ചെയ്തത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, പിന്നീട് സലോമിക്ക് സംഭവിച്ച കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അവളിങ്ങനെ ഈ ഐസ്ബർഗ്, ഐസിൻ്റെ പുറത്ത്, വെള്ളമൊക്കെ ഐസായിട്ട് കിടക്കുന്നിടത്ത് സ്കേറ്റിംഗ്, അതുപോലെ നൃത്തമൊക്കെ ചെയ്യാൻ അതിന് കഴിവുള്ള വ്യക്തികൾ, ഉള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു നൃത്തം ചെയ്ത ആ സമയത്ത് ഈ ഐസ് പൊട്ടിയിട്ട് ഇപ്പോൾ അതിനകത്തേക്ക് പോയി. കറക്റ്റ് അവളുടെ പെടലി വരെ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊട്ടിയ ഐസ് അത് തിരിച്ചു വന്നിട്ട്, അത് ഭയങ്കര ശക്തമായിട്ടാണ് വരിക, വന്നിട്ട് അവളുടെ കഴുത്ത് മുറിച്ച് തല മാത്രം ഐസിന് മുകളിലിരുന്നു. ഉടല് ഇതിനകത്തേക്കും പോയി. നോക്കിയേ, ഒരു പ്രവൃത്തി, സ്നാപകന്റെ തല അത് ആവശ്യപ്പെട്ട് അത് വെട്ടിയെടുത്തപ്പോൾ പിന്നീട് അവളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു കാര്യം, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നുള്ള ആ ഒരു സന്ദേശം ഒരിക്കലും നമ്മൾ മറക്കരുത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ ഞരമ്പ് രോഗികളായിട്ടുള്ളവർ എവിടെ ചെന്നാലും ഏത് സമയത്തും ഞരമ്പ് രോഗികളായിട്ട് പെരുമാറത്തുള്ളൂ.
ലൈംഗിക സുഖമൊക്കെ നമ്മളിങ്ങനെ പാത്തും പതുങ്ങിയും സ്വീകരിക്കേണ്ടതാണോ? ഒരു സ്വാതന്ത്ര്യമില്ലാതെ, ഒരു അനുവാദമില്ലാതെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഞരമ്പ് രോഗികൾ ഏത് വിധേനയും ആ ഒരു സുഖം കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിച്ചെന്ന് വരും. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ ബസ്സിൽ പോവാം. അപ്പോൾ എൻ്റെ കൂടെ ഒരു സിസ്റ്ററുണ്ട്. അവർക്കും ഒരു ആവശ്യത്തിന് പോകേണ്ടതാണ്. രണ്ടുപേരും ഒന്നിച്ച് സീറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തായിരുന്നു. ഇനി അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാൻ വിൻഡോ സൈഡിലിരുന്ന് ഇച്ചിരി കാറ്റൊക്കെ കൊള്ളണേ, കാറ്റ് കൊള്ളാം, അങ്ങനെ അന്നത്തെ സാഹചര്യത്തിൽ പൊക്കോണ്ടിരിക്കുക. ഏതാണ്ട് പാതിരായപ്പം ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാം, അച്ഛാ പ്ലീസ് ഇപ്പുറത്തിരുന്നോളാം, എന്നെ അപ്പുറത്തൊന്നിരുത്താവോ? ഞാൻ ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ കാണിച്ചു. അങ്ങനെ നടുക്ക് ആരോ അവിടെ കിടപ്പുണ്ട്. ഇവർ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ആരോ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സീറ്റ് മാറി. അപ്പോൾ ഈ നടുക്ക് കിടന്നയാൾ ഇതൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം അവിടെ ആ സാധാരണ ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആ പാത്വേ അവിടെ ഒരാൾ കിടപ്പുണ്ട്. വേണേ വണ്ടിയുടെ ജീവനക്കാരനോ വല്ലതും ആയിരിക്കാം, അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇവനാണ് ഈ ശല്യം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഈ രാത്രി ഞാൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ഈ കാമഭ്രാന്ത് കുറയ്ക്കണമല്ലോ എന്നോർത്ത് എൻ്റെ ഒരു കാല് പതുക്കെ നീട്ടി അവിടെ വെച്ചു. അവൻ വിചാരിച്ചു സിസ്റ്ററിൻ്റെ തന്നെ കാലാന്ന്. അവന് ഇങ്ങനെ പിടിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വന്ന ഒരു ബസ്സിൻ്റെ വെട്ടത്തിൽ അവന് എൻ്റെ മുഖം കണ്ട്. അപ്പോഴവന് തോന്നി, അയ്യേ ഈ പുള്ളിയുടെ കാലായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു ശല്യം വന്നില്ല. ഈ ലൈംഗിക സുഖമൊക്കെ ഇതുപോലെ പാത്തും പതുങ്ങിയും അനുഭവിക്കേണ്ടതാണോ? പക്ഷേ ഞരമ്പ് രോഗികൾ ഈ രീതിയിൽ പോലും അങ്ങനെ ഒരു സുഖത്തിലേക്ക് പോകാനുള്ള പ്രവണത കാണിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നാം ചിന്തിക്കുന്നത്, സാത്താൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ മനസ്സാണ്. 2-3 വചനങ്ങൾ എടുക്കുമ്പോൾ അക്കാര്യം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 2 കൊരിന്തോസ് 4:4 പൗലോസ് പറയുന്നുണ്ട്, അവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കും. വരാതിരിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കണം. എസെക്കിയേൽ 38:10 നമ്മൾ കാണുന്നുണ്ട്, ആ സമയത്ത് ഒരു അനാവശ്യ ചിന്ത നിന്റെ മനസ്സിലേക്ക് വരും, ഒരു ദുഷിച്ച ചിന്ത. ഇതാര് കൊണ്ടിരുന്ന? സാത്താൻ്റെ പരിപാടി. അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വചനമാണ് യെശയ്യായുടെ പുസ്തകം 19:14. അവിടെ പറഞ്ഞിട്ടുണ്ട്, ആശയക്കുഴപ്പം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതും സാത്താൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വളർന്ന കൃത്യതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാകുവാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.